എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. ഒരു ഹെയർ സ്റ്റൈൽ അല്ല, രണ്ട് ഹെയർ സ്റ്റൈൽസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സൈഡ് ബ്രൈഡ് ഹെയർ സ്റ്റൈൽസ് ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു വീഡിയോ ആണിത്. സൈഡ് ബ്രൈഡ് ഹെയർ സ്റ്റൈൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ട് അടിപൊളി സൈഡ് ബ്രൈഡ് ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സൈഡ് പാർട്ടീഷനാണ് വേണ്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ഫേസിന് ചേരുന്ന സൈഡ് ഏതാണോ അതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈഡ്, എൻ്റെ റൈറ്റ് സൈഡാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യാം, കണ്ടോ. അപ്പോൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ഹെയർ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയിടാം. ജസ്റ്റ് കുറച്ചുകൂടെ ഒരു അതിനെ ഒന്നുകൂടെ ആ ഒരു ഹെയർ സ്റ്റൈലിനെ ഒന്നുകൂടെ ക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഈ മിഡിൽ പോർഷനിൽ നിന്ന് നമ്മൾ സൈഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നും അതിൻ്റെ ഈ നടുഭാഗത്തു നിന്ന് ഒരു സെക്ഷൻ ഹെയർ ഇങ്ങനെ എടുക്കുക, കണ്ടോ. 2 സെക്ഷൻ ആക്കുക. എന്നിട്ട് ഇതിനെ 3 സെക്ഷൻ ആക്കുക. ഓക്കെ, 3 സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ നോർമലി പിന്നില്ലേ, അതുപോലെ ആദ്യം ഒരു തവണ പിന്നുക, കണ്ടല്ലോ. ഇനി അടുത്ത പിന്നല് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു സെക്ഷൻ ഹെയറും ഈ ബാക്കിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ ഹെയറും അതിനോടൊപ്പം ചേർത്ത് പിന്നിക്കൊണ്ടുപോവാം. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് ഇവിടുന്ന് എടുത്തു പിന്നി, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കൂടെ ആഡ് ചെയ്യും. 2 സൈഡിൽ നിന്നും ഇങ്ങനെ ആഡ് ചെയ്ത് പിന്നിക്കൊണ്ടുപോവാം. നമ്മുടെ ഹെയർ, ഈ ഫുൾ ഹെയർ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മുടി എടുത്തിട്ട് കൊടുക്കുക. 2 സൈഡിൽ നിന്ന് മുടി എടുത്ത് കൊടുക്കുക, കണ്ടില്ലേ. നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലെ ഫുൾ ഹെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഹെയർ നമ്മൾ ഇങ്ങനെ സൈഡിൽ പിന്നി വെച്ചിട്ടുണ്ടാവും, കണ്ടില്ലേ. ഇനി ഇത് താഴേക്ക് നോർമലായിട്ട് പിന്നുക. അടിയിലായിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ബാക്കിൽ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, അപ്പോൾ ഇവിടേക്ക് നമുക്ക് മുടി ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ പിൻ വെച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുക, കണ്ടില്ലേ, ഇതുപോലെ. ഇനി ഇവിടെ നമുക്ക് മുടി ഇങ്ങനെ വലിച്ചു കൊടുക്കണം, കുറച്ചുകൂടി ഇങ്ങനെ നല്ല വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ രീതിയിൽ ഇങ്ങനെ കൊടുക്കുക. ബാക്കിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, കണ്ടോ. വലിച്ച അവസാനം എല്ലാം കൂടെ ഇളകി വരരുത്, അപ്പം അതൊക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പം നല്ല വിടർന്ന് കുറച്ച് നല്ല വോളിയത്തിലിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെ നമ്മൾ ഈ പിന്നി വെച്ചതും ചെറുതായിട്ടൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഹെയർ ഇങ്ങനെ പിടിച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. കണ്ടോ, നല്ല രസമില്ലേ. ഇങ്ങനെ സൈഡ് ബ്രൈഡ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കുർത്തി, സൽവാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷത്തിൻ്റെ കൂടെയൊക്കെ ഇത് പക്ക അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൈഡ് ബ്രൈഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഹെയർ ഇട്ടതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കുറച്ച് ഹെയർ ഇങ്ങനെ വേണമെങ്കിൽ എടുത്തിടാം. ഇത് നല്ല രസമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു സൈഡ് ബ്രൈഡ് ഹെയർ സ്റ്റൈൽ, കണ്ടില്ലേ.
പിന്നെ ഇത് നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ലോങ് ഹെയർ ഉള്ളവർക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പറ്റും. ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. എനിക്കിപ്പോൾ ഷോർട്ട് ഹെയർ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മുടി ഉണ്ടെങ്കിലും അതുവരെ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ് ബ്രൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് സെയിം സൈഡ് പാർട്ടീഷൻ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നും ഒരു സെക്ഷൻ ഹെയർ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിനെ 3 സെക്ഷൻ ആക്കുക. 3 സെക്ഷൻ ആക്കിയിട്ട് നോർമലായിട്ട് പിന്നുന്ന പോലെ ഒരു തവണ പിന്നെ കണ്ടോ. എന്നിട്ട് ഇതിനോടൊപ്പം ഫ്രണ്ടിൽ നിന്ന് ഓരോ സെക്ഷൻ ഹെയർ ആഡ് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. മറ്റേ നമ്മൾ 2 സൈഡിലേക്കും എടുത്തില്ലേ, ഇത് ഫ്രണ്ടിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ഹെയർ ഫ്രണ്ടിലേക്ക് മാറ്റിയിടാം കേട്ടോ. ഇതുപോലെ താഴേക്ക് പിന്നിക്കൊണ്ടുപോവാം. കണ്ടല്ലേ, ചേർത്ത് ഇതുപോലെ എടുത്തിട്ട് ഇതിനെ മൊത്തത്തിലൊരു 2 സെക്ഷനാക്കി നമ്മളിങ്ങനെ മാറ്റി. നമ്മൾ ഇവിടം വരെ ബ്രൈഡ് ചെയ്തില്ലേ, ഇനി ജസ്റ്റ് ഇതിനെ ഇവിടെ വെച്ച് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി ഫുൾ ഹെയർ ഫ്രണ്ടിലേക്ക് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലെ 2 സെക്ഷൻ ആക്കുക. എന്നിട്ട് ഒരു സെക്ഷനിൽ നിന്ന് ഒരു ഹെയർ അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കുക. ഈ ഒരു സെക്ഷനിൽ നിന്ന് ചെറിയ സെക്ഷൻ ഹെയർ അടുത്തതിലേക്ക് കൊടുക്കുക. അതായത് 2 സെക്ഷൻ 1, 2 എടുക്കാം. 1ൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ 2ലേക്ക് കൊടുക്കുക. 2ൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ 1ലേക്ക് കൊടുക്കുക. ആ രീതിയിൽ ബ്രൈഡ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ ഇടുവല്ല, നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പം നല്ല വിടർന്നിരിക്കും, കാണാൻ നല്ല രസമുണ്ടാവും. അതേ കണ്ടില്ലേ, ഈ രീതിയിൽ വലിച്ചു കൊടുക്കുക. ഫ്രണ്ടിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ച് ഹെയർ എടുത്തിട്ടിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നും കുറച്ച് ഇങ്ങനെ എടുത്തിടാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സൈഡ് ബ്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ആഡ് ചെയ്ത് താഴെ വന്നപ്പോൾ നോർമലായിട്ട് ബ്രൈഡ് ചെയ്തു. ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം ആഡ് ചെയ്ത് പകുതി വരെ വന്നു. എന്നിട്ട് ബാക്കി താഴേക്കുള്ള ഹെയർ നമ്മൾ 2 സെക്ഷൻ എടുത്തിട്ട് ബ്രൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഹെയർ കുറച്ച് ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ ചില ഹെയർ സ്റ്റൈൽ നമ്മുടെ ഹെയർ കുറച്ച് നല്ല ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ചെയ്താൽ അത്ര രസം ഉണ്ടാകത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള സൈഡ് ബ്രൈഡ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓയിലി ഹെയർ ഉള്ളവർക്കും അത് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കണ്ട ഈ 2 ഹെയർ സ്റ്റൈൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.